മദീനയിലേക്കുള്ള പലായന യാത്രയിൽ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് ചരിത്രത്തിലുടനീളം വായിക്കാനാവും. മരുഭൂമിയിലൂടെ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്നു. അല്പദൂരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നടക്കും. കുറച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ ബാക്കിലൂടെ നടക്കും. അങ്ങനെ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും മാറി മാറി നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്നു. നബി തങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് സഞ്ചരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് സഞ്ചരിക്കുന്നു. ഇങ്ങനെ സഞ്ചരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തേ സിദ്ദീഖ് നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, നബിയെ, അങ്ങയുടെ പിന്നിലൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നും അങ്ങയുടെ മുമ്പിലൂടെ ആരെങ്കിലും വന്ന് അങ്ങയെ ആക്രമിച്ചാലോ എന്ന്. അപ്പം ഞാൻ മുൻപിലേക്ക് മാറി നിൽക്കും. അങ്ങനെ അങ്ങയുടെ ഓരോ വശത്ത് നിൽക്കുമ്പോഴും മറുവശത്തുകൂടെ ആരെങ്കിലും വന്ന് അങ്ങയെ ആക്രമിച്ചാലോ എന്ന് ഭയപ്പെടുമ്പോഴാണ് ഞാൻ ഓരോ വശത്തേക്കും ഇങ്ങനെ മാറി മാറി അങ്ങേക്ക് ചുറ്റും വട്ടമിട്ട് സഞ്ചരിക്കുന്നത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞപ്പോൾ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് പകരം നിങ്ങൾ കൊല്ലപ്പെടട്ടെ എന്നാണോ സിദ്ദീഖ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതേ നബിയെ, അങ്ങയെ പടച്ച നാഥനാണ് സത്യം ഈ സിദ്ദീഖ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരനുരാഗിക്കല്ലാതെ മറ്റാർക്കാണ് ഇത്രമേൽ ആത്മാർത്ഥമായി റസൂലിനെ ഉള്ളിൽ കൊണ്ട് നടക്കാനാവുന്നത്? അതായിരുന്നു അവരുടെ ജീവിതം, ലോകത്ത് ഏറ്റവും മനോഹരമായ ജീവിതം.